പാണക്കാട് മണ്ണിടിച്ചിലുണ്ടായ മേഖലയിൽ വീണ്ടും മണ്ണിടിഞ്ഞ ദൃശ്യങ്ങൾ പുറത്തുവരികയാണ്. ആളുകളെ പൂർണ്ണമായും ഒഴിപ്പിച്ചതിന് ശേഷമാണ് മണ്ണിടിഞ്ഞത്. ഉച്ചയ്ക്ക് 1:30യോടെയായിരുന്നു മണ്ണിടിച്ചൽ. നേരത്തെ ഫൈസൽ നെടുമ്പാലയിലേക്ക് പോവുകയാണ്. ഫൈസൽ, ഉച്ചയ്ക്ക് ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? അനീഷ, നേരത്തെ മണ്ണിടിച്ചിലുണ്ടായിരുന്ന അതേ പ്രദേശത്ത് തന്നെയാണ് വീണ്ടും ഇപ്പോൾ മണ്ണിടിച്ചിരിക്കുന്നത്. 1:30 കൂടിയാണ് വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത്. ആളുകളെ തന്നെ ഈ ഭാഗത്തു നിന്നുള്ള പൂർണ്ണമായും ആളുകളെ മാറ്റിയതുകൊണ്ട് മറ്റ് അപകട സാധ്യത ഒന്നും തന്നെ നിലനിൽക്കുന്നില്ല. നേരത്തെ തന്നെ അത് വ്യക്തമാക്കിയതുമാണ്. കാരണം നേരത്തെ മണ്ണിടിഞ്ഞ ഭാഗത്ത് വീണ്ടും മണ്ണിടിയാനുള്ള സാധ്യത നേരത്തെ തന്നെ അധികൃതർ നമ്മോട് പറഞ്ഞതാണ്. മഴ ഇടവിട്ട് ശക്തമായ മഴ തന്നെ ഈ മേഖലയിൽ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മണ്ണ് വീണ്ടും ഇടിഞ്ഞ ഭാഗത്ത് നിന്ന് ബാക്കിയുള്ള മണ്ണ് കൂടി താഴേക്ക് വരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നത്. ഇപ്പോഴും അധികൃതർ പറയുന്ന ഒരു കാര്യം, മഴ ഇതുപോലെ തന്നെ നിലനിൽക്കുകയാണെങ്കിൽ ഈ ഭാഗത്തു നിന്നുള്ള മണ്ണ് നീക്കം ചെയ്യാൻ ഒരു കാരണവശാലും സാധിക്കില്ല എന്ന് തന്നെയാണ്. നേരത്തെ ആ മണ്ണിടിഞ്ഞ ഭാഗത്തു നിന്നുള്ള ബാക്കിയുള്ള മണ്ണ് കൂടി ഇനിയും ആ റോഡിലേക്ക് പതിക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ്. അത് മറ്റുള്ള അപകടങ്ങളിലേക്ക് കടക്കുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് മണ്ണ് നീക്കം ചെയ്യാൻ കഴിയാതെ വരുന്നത്. ഇപ്പോഴും ഈ ഒരു റോഡ് പൂർണ്ണമായും ഗതാഗത പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഒരു നേരത്തെ മണ്ണിടിഞ്ഞ ആ ഭാഗത്ത് നിന്ന് ഒരു കുറച്ച് മണ്ണ് പോലും നീക്കം ചെയ്യാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അപകട സാധ്യത ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഭാഗത്ത് മണ്ണ് നീക്കം ചെയ്യാൻ സാധിക്കാതെ വരുന്നത്. നേരത്തെ നമ്മൾ പറയുന്നത് പോലെ തന്നെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മണ്ണെടുത്തതാണ് ഇത്തരത്തിൽ വലിയൊരു അപകടത്തിലേക്കും മണ്ണിടിച്ചിലേക്കും ഒക്കെ തന്നെ പോയത്. നേരത്തെ നഗരസഭാ ചെയർപേഴ്സൺ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിശദീകരണം നൽകിയിരുന്നു. നിലവിൽ അവിടെ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നതിന് യാതൊരുവിധ അനുമതിയുമില്ല. ജൂൺ 19, 20 തീയതികളിൽ തന്നെ ജിയോളജിക്കൽ വകുപ്പും അതുപോലെ തന്നെ നഗരസഭയിൽ നൽകിയ ഈ പെർമിറ്റ് ഒക്കെ തന്നെ അവസാനിച്ചതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനം നടത്തിയതും ഇത്തരത്തിലൊരു വലിയ മണ്ണിടിച്ചിലേക്ക് കാര്യങ്ങൾ കടന്നതും എന്നുള്ളതാണ് നഗരസഭയുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം. എന്തായാലും നിലവിൽ ഈ ഒരു നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മണ്ണെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു അനുമതിയും അവർക്ക് ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഈ അനുമതി ഇല്ലാതെ തന്നെയാണ് ഇത്തരത്തിൽ ഒരു മണ്ണെടുക്കലൊക്കെ തന്നെ ആ ഭാഗത്ത് നടന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ ഒരു മഴക്കാലത്തും ഈ ഒരു അപകടം ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. മണ്ണ് പൂർണ്ണമായി നീക്കം ചെയ്യാത്തതാണ് ഇപ്പോൾ ഈ ഒരു ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയാത്തത്. അതിനിടയിലാണ് ഇപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് 1:30 വീണ്ടും ഈ ഒരു പ്രദേശത്ത് മണ്ണിടിഞ്ഞിരിക്കുന്നത്. അനീഷ, ഫൈസലി പറഞ്ഞതുപോലെ തന്നെ മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നത് ഇടവിട്ടാണെങ്കിൽ പോലും അങ്ങനെയെങ്കിൽ കൂടുതൽ മണ്ണിടിയാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിന്റെയൊക്കെ ഭാഗമായി അധികൃതർ എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് അവിടെ എടുത്തിരിക്കുന്നത്? ആളുകളെ പൂർണ്ണമായും മാറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ടോ? അനീഷ, തീർച്ചയായും അനീഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ നേരത്തെ മണ്ണിടിഞ്ഞ ഭാഗത്ത് നിന്ന് 500 മീറ്റർ പരിധിയിൽ പൂർണ്ണമായും ഗതാഗതം ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് യാതൊരു വിധത്തിൽ ഒരു വാഹനങ്ങൾക്കോ പൊതുജനങ്ങൾക്കോ ഒന്നും തന്നെ പ്രവേശനമില്ല എന്നുള്ളത് തന്നെയാണ്. പ്രവേശനം പൂർണ്ണമായി നിരോധിച്ചതോടെ തന്നെ മറ്റ് കാഷ്വാലിറ്റികളൊന്നും തന്നെ ഉണ്ടാകാൻ സാധ്യതയില്ല. അത് മാത്രമല്ല ഈ പരിധിയിലുള്ള മുഴുവൻ വീടുകളിലെ ആളുകളെയും ക്യാമ്പുകളിലേക്കും മറ്റ് ബന്ധുവീടുകളിലേക്കും മാറുന്നതിന് വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ട്. അത്തരം പ്രവൃത്തികളൊക്കെ തന്നെ പുരോഗമിച്ച് വരികയാണ്. മറ്റ് ഈ ഭാഗത്ത് ആളുകളൊന്നും തന്നെ ഇല്ല എന്നുള്ളത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അറിയാനുള്ളത് ഈ മണ്ണ് നീക്കം ചെയ്യുന്നത് എപ്പോൾ പുനരാരംഭിക്കും എന്നുള്ളതാണ്. അതിന് കൃത്യമായി തന്നെ പറയുന്നത് മഴ മാറി നിന്നെങ്കിൽ മാത്രമേ, ഇപ്പോൾ നിലവിൽ ഓറഞ്ച് അലർട്ടാണ്, ആ അലർട്ട് മാറി നിന്നെങ്കിൽ മാത്രമേ ഇനി പൂർണ്ണമായും ബാക്കിയുള്ള മണ്ണ് ഇവിടെ നിന്ന് നീക്കം ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയുള്ളൂ. അതിന് മഴ പൂർണ്ണമായി മാറി നിൽക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇടവിട്ട് ശക്തമായി തന്നെ ഓരോ ഘട്ടങ്ങളിലായി മഴ വലിയ തോതിൽ പെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. പുഴകളിലൊക്കെ തന്നെ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അപ്പം ആ ഒരു ഘട്ടം അല്ലെങ്കിൽ മഴ പൂർണ്ണമായി മാറി നിൽക്കുന്നത് വരെ മണ്ണ് നീക്കം ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ADM അടക്കമുള്ള ആളുകൾ പറയുന്നത്. ഏതായാലും നേരത്തെ മണ്ണിടിഞ്ഞ സ്ഥലത്താണ് വീണ്ടും മണ്ണിടിഞ്ഞിരിക്കുന്നത്. ഏതായാലും അധികൃതർ മുന്നൊരുക്കങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഏതാണ്ട് 500 മീറ്റർ അകലെ വാഹനങ്ങളെയൊക്കെ തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള അപകട സാധ്യത പരിഗണിച്ചുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നുണ്ട്. മഴ മാറണം, ഒപ്പം തന്നെ നിലവിലുള്ള അലർട്ടുകളൊക്കെ മാറണം. എങ്കിൽ മാത്രമേ അവിടെ ഇപ്പോഴുള്ള മണ്ണ് പൂർണ്ണമായും അവിടെ നീക്കം ചെയ്യാൻ സാധിക്കുള്ളൂ. നേരത്തെ മണ്ണിടിഞ്ഞ ദൃശ്യങ്ങളാണ്. നേരത്തെ മണ്ണിടിഞ്ഞ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. അതിൽ ഒരാൾക്ക് ഒരു മാധ്യമപ്രവർത്തകൻ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. തലനാരിഴക്കാണ് ആളുകൾ ഉൾപ്പെടെ അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തത്. അവിടെയാണ് ഇപ്പോൾ വീണ്ടും മണ്ണിടിച്ചിരിക്കുന്നത്. വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് ഫൈസൽ നെടുമ്പാലയാണ്.